എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട തിയറി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. മീനിങ് ഓഫ് അനലൈസിസ്. ദ വേർഡ് അനലൈസിസ് ലിറ്ററലി മീൻസ് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്. In the context of financial statement, analysis is the process of breaking down a complex set of figures into simple statement in order to have a better understanding. അഥവാ അതിൻ്റെ വാക്കർത്ഥം പറയുന്നത് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്, അഥവാ പല ഭാഗങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ള അനലൈസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ എ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഫിഗേഴ്സ് ഇൻ ടു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. അഥവാ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള സങ്കീർണമായ ഒരുപാട് കണക്കുകൾ അല്ലേ, അത് വളരെ ലളിതമായിട്ട് പ്രസ്താവിക്കുക. എന്തിന്? ടു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ അതിനെ ഓരോ ഭാഗങ്ങളായിട്ട് പഠനം നടത്തുന്നതെന്ന് പറയുന്ന പേരാണെന്ത്? അനലൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ്. ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക എന്നാണ്. ലിറ്ററലി മീൻസ് ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ്, അഥവാ ഒരു കാര്യത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുക. എന്താണ് ഒരു കാര്യം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർപ്രിട്ടേഷൻ മീൻസ് എക്സ്പ്ലെയിനിങ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡാറ്റ. നമ്മൾ അനലൈസ് ചെയ്ത് വെച്ച ആ ഒരു ഡാറ്റ, ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുക, അതിൻ്റെ കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കുക. ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഇൻ്റർപ്രിട്ടേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അനലൈസും ഇൻ്റർപ്രിട്ടേഷനും പറഞ്ഞു. ഇനി എന്താണ് ഫിനാൻഷ്യൽ അനലൈസിസ്? ഫിനാൻഷ്യൽ അനലൈസിസ് കോമൺലി കോൾഡ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനെയും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിനെയും പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അനലൈസിസ്. അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് relationship between the items in financial statement for determining the financial strength and weakness of a business. ഫിനാൻഷ്യൽ അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വ്യത്യസ്ത കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന പറയുന്ന പേരാണ് അനലൈസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏറ്റവും ചുരുക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക. ഇതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അനലൈസിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വ്യത്യസ്ത കാര്യങ്ങളെ ഓരോ പാർട്ടുകളായിട്ട് വിഭജിക്കുകയും ആ ഓരോ പാർട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും പരസ്പരം അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അനലൈസ് എന്ന് പറഞ്ഞത്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനലൈസിസ് നടത്തിയതിന് ഒരു കൺക്ലൂഷൻ നൽകുന്ന, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അനലൈസിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിഗേഴ്സ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ടൈപ്സ് ഓഫ് അനലൈസിസ് ആണ്. ഒന്നാമത്തത് ഓൺ ദി ബേസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻറ്റേർണൽ അനലൈസിസ് ആൻഡ് എക്സ്റ്റേണൽ അനലൈസിസ് എന്ന രൂപത്തിൽ നമുക്ക് വിഭജിക്കാൻ പറ്റും. ഇൻറ്റേർണൽ അനലൈസിസ് മെയ്ഡ് ബൈ പാർട്ടീസ് ഇൻറ്റേർണൽ ടു ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ നടത്തുന്ന അനലൈസാണ് ഇൻറ്റേർണൽ അനലൈസിസ്. അതിനർത്ഥം മാനേജ്മെൻറ്റ് നടത്തുന്ന അനലൈസാണ് ഇൻറ്റേർണൽ അനലൈസായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൽ ലിക്വിഡിറ്റി പൊസിഷൻ, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എക്സ്റ്റേണൽ അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അനലൈസിസ് മെയ്ഡ് ബൈ പാർട്ടീസ് എക്സ്റ്റേണൽ ടു ദി ബിസിനസ്. ബിസിനസ് സ്ഥാപനത്തിന് പുറമേയുള്ള പാർട്ടികൾ അഥവാ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെ നടത്തുന്ന അനലൈസാണ് എക്സ്റ്റേണൽ അനലൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ.
അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ അനലൈസിസ് ആൻഡ് വെർട്ടിക്കൽ അനലൈസിസ് എന്ന രൂപത്തിൽ വിഭജിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ അനലൈസിസ് ഈസ് ദ അനലൈസിസ് ഓഫ് എ സീരീസ് ഓഫ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അഥവാ ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്ന പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ അനലൈസിസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡൈനാമിക് അനലൈസിസ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സാധാരണ ഒരു 5 വർഷത്തെ 10 വർഷത്തെയൊക്കെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ അനലൈസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെർട്ടിക്കൽ അനലൈസിസ് ഈസ് ദ അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയർ. ഏതെങ്കിലും ഒരു പ്രത്യേക അക്കൗണ്ടിങ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് നടത്തുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് വെർട്ടിക്കൽ അനലൈസിസ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് അനലൈസിസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക് അനലൈസിസ്. ഇനി മൂന്നാമത്താണ് ഓൺ ദി ബേസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് അനലൈസിസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ടേം അനലൈസിസ് ആൻഡ് ലോങ് ടേം അനലൈസിസ് എന്ന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്ക്, ഒരു പ്രത്യേക കാലത്തേക്ക് വേണ്ടി നടത്തുന്ന അനലൈസാണ് ഷോർട്ട് ടേം അനലൈസിസ്. ലോങ് ടേം അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നടത്തുന്നൊരു അനലൈസാണ് എന്ത് ലോങ് ടേം അനലൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. അതിൽ ഒന്നാമതാണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ടോട്ടൽ അസറ്റ്സ് യൂസ്ഡ് ഇൻ ദി ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടോട്ടൽ അസറ്റ്. അപ്പോൾ അതിനെങ്ങനെയാണ് ഇക്വേഷനായിട്ട് കാണാമെന്ന് ചോദിച്ചാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്. സ്ഥാപനത്തിലെ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഗുഡ് വില്ല് അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഈ ഒരു ടോട്ടൽ അസറ്റിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. അടുത്തതാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ലോങ് ടേം ഫണ്ട്സ് യൂസ്ഡ് ഇൻ ദി ബിസിനസ്. ഒരു സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോങ് ടേം ഫണ്ടാണ് എന്ത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇതിന് തുല്യമാണെന്ത് ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അടുത്തതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻക്ലൂഡ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ് ആൻഡ് സർപ്ലസ്. അടുത്താണ് ബോറോവ്ഡ് ഫണ്ട്. ബോറോവ്ഡ് ഫണ്ട് ഈസ് ഈക്വൽ ടു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഓഫ് ദി ഫേം. ഒരു സ്ഥാപനം കടമായിട്ട് എടുക്കുന്നത് അത് ദീർഘകാലാടിസ്ഥാനത്തിലാവാം, ഷോർട്ട് പീരീഡിലേക്കാവാം. ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം? ബോറോവ്ഡ് ഫണ്ട് എന്ന പേരിൽ പറയാം. അടുത്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ ദി ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്താണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് അഥവാ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസും ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവും. ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവാർഡ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. അടുത്താണ് ഗ്രോസ് മാർജിൻ. ഗ്രോസ് മാർജിൻ ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. നെറ്റ് സെയിൽസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് CGS. CGS എങ്ങനെ കാണാം? CGS ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CGS കിട്ടും. പർച്ചേസ് എടുക്കുമ്പോൾ റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അടുത്താണ് ഓപ്പറേറ്റിംഗ് മാർജിൻ. ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഗ്രോസ് മാർജിനിൽ നിന്ന് അഥവാ ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അഥവാ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് മാർജിൻ കിട്ടും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടേംസ്. ഇനി പറയാനുള്ളത് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനലൈസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനലൈസിസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ് അതിനെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത് ട്രെൻഡ് റേഷ്യോസ്, നാലാമത്തത് റേഷ്യോ അനലൈസിസ്, അഞ്ചാമത്തത് ഫണ്ട് ഫ്ലോ അനലൈസിസ്, ആറാമത്തത് ക്യാഷ് ഫ്ലോ അനലൈസിസ്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ അനലൈസിസ് നടത്താം.
അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളതിൻ്റെ പ്രോബ്ലം അടക്കം ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളവ ഓരോ ചാപ്റ്ററായിട്ട് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരസ്പരം താരതമ്യപ്പെടുത്തുക. In comparative statement, figures of the previous year shown along with the figures for current year. So it helps in quick comparison. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ കറൻറ്റ് ഇയറിലെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രൂപത്തിൽ നമുക്ക് പറയാം. ഇതിൽ 2 രൂപത്തിലുണ്ട്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, അത് കാണിക്കുന്നത് റവന്യൂ ഐറ്റംസ് അഥവാ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വരുന്ന ഓരോ ഐറ്റംസിലും കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാനും അത് ഇൻക്രീസ് ആയതും ഡിക്രീസ് ആയതും മനസ്സിലാക്കാനും സഹായിക്കുന്നു. അടുത്താണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. Comparative balance sheet shows the changes that have taken place in the assets and liability in one accounting period. അതായത് ബാലൻസ് ഷീറ്റ് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുക, അസറ്റും ലയബിലിറ്റിയും. അപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമ്മളെ സഹായിക്കുന്നത് 2 വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റിയും പരസ്പരം കമ്പയർ ചെയ്യാനും കഴിഞ്ഞ വർഷത്തേക്കാൾ അസറ്റ് കൂടിയതാണോ അല്ലെങ്കിൽ ലയബിലിറ്റി കൂടിയിട്ടുണ്ടോ അതിൽ ചേഞ്ചസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അടുത്തതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ദ ടോട്ടൽ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടേക്കൺ ആസ് എ 100. ദെൻ ഈച്ച് കോമ്പണൻറ്റ് ഫിഗേഴ്സ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ. അഥവാ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ 100 100% പരിഗണിക്കുന്നു. ദെൻ ബാക്കി അതിൽ വരുന്ന ഓരോ ഐറ്റംസും ഈ ഒരു ടോട്ടലിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക, ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് സെയിൽസ് ഈസ് ടേക്കൺ ആസ് 100. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് സെയിൽസ് 100% നമ്മൾ പരിഗണിക്കുന്നു. ദെൻ ബാക്കി അതിൽ വരുന്ന ഓരോ ഐറ്റവും ഈ ഒരു നെറ്റ് സെയിൽസിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അടുത്താണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇൻ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ദ ടോട്ടൽ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇസ് ടേക്കൺ ആസ് 100. ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ടോട്ടലാണ് ഇവിടെ 100% പരിഗണിക്കുന്നത്. ദെൻ അതിൽ വരുന്ന മറ്റു അസറ്റുകളും ലയബിലിറ്റീസും ഈ ഒരു ടോട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ടൂളാണ് ട്രെൻഡ് റേഷ്യോസ്. ട്രെൻഡ് സിംപ്ലി മീൻസ് ജനറൽ ടെൻഡൻസി. പൊതുവായിട്ടുള്ള ഒരു പ്രവണതയെ കാണിക്കുന്നതാണ് എന്ത് ട്രെൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവായിട്ടുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഗതി, അതാണ് ട്രെൻഡ് കാണിക്കുന്നത്. അനലൈസിസ് ഓഫ് ദീസ് ജനറൽ ടെൻഡൻസീസ് ആർ കോൾഡ് ട്രെൻഡ് അനലൈസിസ്. ഈ ഒരു പൊതുവായിട്ടുള്ള പ്രവണതയെക്കുറിച്ച് വിശകലനം നടത്തുകയാണെങ്കിൽ വിശകലനം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രെൻഡ് അനലൈസിസ് എന്ന് പറയുന്നത്. ട്രെൻഡ് അനലൈസ് മീൻസ് അനലൈസിങ് ജനറൽ ടെൻഡൻസീസ് ഇൻ ഈച്ച് ഐറ്റം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് ദി ഡാറ്റ ഓഫ് ദി ബേസ് ഇയർ. അഥവാ ട്രെൻഡ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ ഐറ്റത്തിൻ്റെയും പൊതുവായിട്ടുള്ള പ്രവണത മനസ്സിലാക്കുന്നതിനെ പറയുന്ന പേര് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രെൻഡ് അനലൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ ദി ബേസ് ഇയർ ഈസ് സെലക്റ്റഡ് നോർമലി ഏർലിസ്റ്റ് ഗിവൺ ഇയർ ഈസ് ടേക്കൺ ആസ് എ ബേസ് ഇയർ. അഥവാ ഇവിടെ ആദ്യം ചെയ്യേണ്ട ഒരു ബേസ് ഇയർ ഇപ്പോൾ ഒരു 10 വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ ബേസ് ഇയർ എന്ന് പറയുന്നത് ഏർലിസ്റ്റ് ഗിവൺ ഇയർ ഈസ് ടേക്കൺ ആസ് എ ബേസ് ഇയർ. അപ്പോൾ തന്നതിൽ ഏറ്റവും ആദ്യത്തെ വർഷം ഏതാണോ അതാണ് ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ദെൻ റിമൈനിങ് ഇയർ ഈസ് കമ്പയർഡ് വിത്ത് ദി ബേസ് ഇയർ. ബാക്കിയുള്ള വർഷം ഈ ഒരു ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസ് ഇയറുള്ള ഓരോ ഐറ്റവും നമ്മൾ 100% കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഓരോ വർഷത്തെയും ഐറ്റം ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഈ ഒരു ബേസ് ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട തിയറി കാര്യങ്ങളാണ്. ഇനി ഇതിൽ ബാക്കിയുള്ളത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, അതുപോലെ ട്രെൻഡ് റേഷ്യോസ്, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.